നിവേദ്യ പിന്നെ AMD ഈ രണ്ട് കമ്പനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. യുഎസിലും ചൈനക്കും എന്താണ് നേട്ടം എന്ന് നമുക്ക് നോക്കാം. നിവേദ്യയും AMDയും അവരുടെ ചൈനയിലെ AI ചിപ്പ് വിൽപ്പന വരുമാനത്തിൽ 15% അമേരിക്ക സർക്കാരിന് നൽകാൻ സമ്മതിച്ചു. ഇതിൻ്റെ പ്രതിഫലമായി ലോകത്തിൽ വെച്ച് ഏറ്റവും ഡിമാൻഡുള്ള AI ചിപ്പായ H20 ആൻഡ് M1308കൾക്ക് 15% ടാക്സ് US ഏർപ്പെടുത്തി. H20 M1308 പോലുള്ള ഉയർന്ന ആവശ്യക്കാരുള്ള AI ചിപ്പുകൾ ചൈനയിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യാനുള്ള ലൈസൻസ് അമേരിക്കയിൽ നിന്നും ലഭിച്ചു. അമേരിക്കക്ക് ഇതിലൂടെ ഏകദേശം $2 ബില്യൺ തൊട്ട് $7.5 ബില്യൺ വരെ വരുമാനം ലഭിക്കാമെന്ന് കണക്കുകൾ പറയുന്നു. 2025 ഏപ്രിലിൽ ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് US സർക്കാർ ഈ AI ചിപ്പുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഈ കയറ്റുമതി നിയന്ത്രിച്ചു. ഇതോടെ നിവേദ്യക്കും ഏകദേശം $8 ബില്യൺ നഷ്ടവും AMDക്ക് $1 ബില്യൺ നഷ്ടവും ഉണ്ടാകാമെന്ന് കമ്പനി വിലയിരുത്തുന്നു. അതിനാൽ അവർ 15% അമേരിക്കയുമായി ടാക്സായി പങ്കുവച്ച് ഒരു കരാർ നിർമ്മിച്ചു. ഇത് വീണ്ടും ചൈനീസ് മാർക്കറ്റിൽ ലഭ്യമാക്കാനുള്ള ഒരു ലൈസൻസായി ഇതിനെ കരുതി. ഈ വിമർശനം ദേശീയ സുരക്ഷാവാദത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും പണം കൊടുത്താൽ അനുവദിക്കും എന്ന രീതിയിൽ നയത്തിൽ സുസ്ഥിരത നഷ്ടപ്പെടുത്തുന്നുവെന്നും ചില വിദഗ്ധർ ആരോപിച്ചു. ചില നിയമവിദഗ്ധർ ഇത് അനധികൃതമായി കയറ്റുമതി നികുതി പോലെ തോന്നുന്നുവെന്നും പറയുന്നു. മാർക്ക് ക്യൂബർ പോലുള്ള ചില ബിസിനസ് എക്സ്പേർട്സ് സർക്കാരിൻ്റെ ഒരു സ്മാർട്ട് മൂവായി ഇതിനെ വിശേഷിപ്പിച്ചു. സ്റ്റോക്ക് മാർക്കറ്റുകൾ, നിവേദ്യയുടെയും AMDയുടെയും സ്റ്റോക്ക് മാർക്കറ്റുകൾ നന്നായി ചലിച്ചു. ചുരുക്കം പറയാമെന്ന് വെച്ചാൽ US വരുമാനത്തിൽ ഏകദേശം $2 ബില്യൺ തൊട്ടിട്ട് $7.5 ബില്യൺ വരെ നേട്ടം അമേരിക്കക്ക് സംഭവിച്ചു. ചൈനയിലെ കമ്പനിയായ നിവേദ്യക്കും USലെ കമ്പനിയായ AMDക്കും ഒരു വിൻ സിറ്റുവേഷനുമായി ഇതിനെ കരുതി. സുരക്ഷാവാദം ദുർബലമായി നിയമ നൈതിക ചോദ്യങ്ങൾ ഉയർന്നു. സൈനിങ് ഓഫ്, ഹർഷജിത്ത്.